Hi friends, welcome to Lal Brothers Media. In physics +2 physics second chapter that is electric potential and capacitance. That is important derivations ആണ് എടുക്കാൻ പോകുന്നത്. അതിൽ ആദ്യം പഠിക്കേണ്ടത് നിങ്ങൾ കുറച്ച് ടേംസ് പഠിക്കണം. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്നത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. Static potential. അതായത് നമ്മുടെ ആദ്യത്തെ രണ്ട് ചാപ്റ്റർ +2 ഫിസിക്സിലെ ആദ്യത്തെ രണ്ട് ചാപ്റ്ററും ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് പഠിക്കുന്നത്. ചാർജസ് അറ്റ് റെസ്റ്റ്, ചാർജസ് റെസ്റ്റിലായിരിക്കുമ്പോൾ ചില പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അതിൽ രണ്ട് ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, സെക്കൻഡ് ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പൊ അതിനകത്തെ ഡെഫിനിഷൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യാപിറ്റൽ വി. അപ്പൊ എനിക്ക് ഒരു പോയിന്റില് പൊട്ടൻഷ്യൽ കാണണം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണണം. അപ്പൊ ഇതാണ് പോയിന്റ് വെച്ചോ, പോയിന്റ് O എന്ന് എടുത്തു. അപ്പൊ എനിക്ക് ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ് കാണേണ്ടത്. ബൈ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്, ഈ പോയിന്റിൽ നിന്നും ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് അകലെ. ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഡിസ്റ്റൻസ്, നമുക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല, ദൂരെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സൂര്യ ഇരിക്കുന്നവര് നമ്മൾ എന്ത് പറയാറുണ്ടെങ്കിൽ ദൂരെ ഇരിക്കുന്നത്, കറക്റ്റ് എക്സാക്ട് ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല. അപ്പൊ സൂര്യ ഇരിക്കുന്നത് എങ്ങനെയാണ്, ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, O എന്ന പോയിന്റിൽ നിന്ന് ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണല്ലേ, ഇൻഫിനിറ്റി എടുത്തു. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനിറ്റ് ആയിട്ട് ഡിസ്റ്റൻസ് അറിയില്ല, ഏതോ ഒരു ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിൽ ഞാൻ ഒരു യൂണിറ്റ് ചാർജ് പ്ലേസ് ചെയ്യാം. യൂണിറ്റ് ചാർജ്, ഒരു ചാർജ് പ്ലേസ് ചെയ്തു, Q ആണ്. യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ്, 1 കൂളം ആണ്. പ്ലേസ് ചെയ്തു. എന്നിട്ട് ഈ ചാർജിനെ നമ്മുടെ പോയിന്റിൽ എത്തിക്കാൻ ചെയ്യുന്ന വർക്കിനെ പറഞ്ഞ പേരാണ് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ എന്താ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് as ഈസ് ഈക്വൽ ടു, ഏതിന് ഈക്വലാ, വർക്കിന് ഈക്വലാ. എന്തിനു വേണ്ടിയാ വർക്ക് ചെയ്യുന്നത്, ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ. എവിടെ നിന്ന് എവിടേക്ക് മൂവ് ചെയ്യിക്കാൻ, ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അപ്പൊ എന്താണ്, പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. അതാണ് പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പൊട്ടൻഷ്യൽ എങ്ങനെ കാണും, അത് കാണുന്നത് എങ്ങനെയാണ്, വർക്ക് ബൈ ചാർജ്. നമ്മൾ ചെയ്യുന്ന വർക്ക് ഡിവൈഡ് ബൈ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്ന ചാർജ്, W/Q. ഇനി W എന്താ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, ജൂൾ ആണ് യൂണിറ്റ്. പെർ ചാർജ് യൂണിറ്റ് എന്താണ്, കൂളം. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ല, പകരം നമ്മൾ എന്ത് ചെയ്യും, ജൂൾ കൂളം റൈസ് ടു -1. പക്ഷെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ട് ആണ്. SI യൂണിറ്റ് വോൾട്ട് ആണ്. ഇത് യൂണിറ്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ SI യൂണിറ്റ് ഉപയോഗിക്കുന്നതാണ്, വോൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. ശരി, അപ്പൊ അത് ആളെ ഫോർമുല ആയി. ഇനി ഒരു ഫോർമുല അറിയണം, നമ്മൾ ഡെറിവേഷൻ പറയണമെങ്കിൽ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററില് ഒരു ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തു. അപ്പൊ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഒരു E എന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ചാർജ് പ്ലേസ് ചെയ്തു. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു ചാർജ് പ്ലേസ് ചെയ്താൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് കാണാൻ ഫോർമുല എന്താ, F is equal to QE എന്ന് പഠിച്ചിട്ടുണ്ട്. F is equal to QE, ആ ചാർജ് ഇൻറ്റു നമ്മൾ പ്ലേസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഇത് രണ്ടും അറിയണം. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഡെറിവേഷൻ പഠിക്കാൻ പറ്റൂ. ഈ ഫോർമുല അറിയണം, ഈ ഫോർമുല അറിയണം. ശരി, നമ്മൾ ആദ്യത്തെ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഡെറിവേഷൻ ഇതാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പൊ അതായത് ഒരു പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാരണം, ആരും ഒരു പൊട്ടൻഷ്യൽ കാണും, ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഒരു പോയിന്റ് ചാർജ് എടുത്തു. അപ്പൊ ഒരു പോയിന്റ് O എന്ന് എടുത്തു. ഇവിടെ ഒരു ചാർജ് പ്ലേസ് ചെയ്തു. Q ആണ് വാല്യൂ, 1 അല്ല, ചാർജിന്റെ വാല്യൂ 1 അല്ല, എന്തൊരു വാല്യൂ ഉണ്ട്, Q ആണ്. അവിടെ നിന്ന് ഒരു പോയിന്റ് എടുക്കുന്നു, P എന്ന പോയിന്റ് എടുത്തു. എത്ര ഡിസ്റ്റൻസ് ആലെയാ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ആണ്. അപ്പൊ ഞാൻ Qയിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുത്തു. നമുക്ക് എന്താ കാണേണ്ടത്, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണണം, ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഈ Q Pയിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ കാണണം. അപ്പൊ അത് കാണാൻ വേണ്ടി നമ്മൾ ഡെഫിനേഷൻ ഉപയോഗിക്കുന്നു. കുറച്ച് നേരത്തെ ഡെഫിനേഷൻ പറഞ്ഞു, എന്താ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാൻ എന്താ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഇൻഫിനിറ്റിയിൽ ഒരു ചാർജ് പ്ലേസ് ചെയ്യണം. അപ്പൊ ഞാൻ Oയിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ, ഇതാണ് വെച്ച് ഇൻഫിനിറ്റി അവിടെ ഒരു ചാർജ് പ്ലേസ് ചെയ്യണം. Q ആണെന്ന് എടുക്കാം. ആ ചാർജിന്റെ വാല്യൂ എത്രയാണ്, 1 കൂളം.
എന്ത് ചെയ്യണം? ആദ്യം ആ പോയിന്റിൽ നിന്ന് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആലെ ഒരു യൂണിറ്റ് ചാർജ് പ്ലേസ് ചെയ്യുക. നമ്മൾ പ്ലേസ് ചെയ്തു 1 കൂളം ചാർജ് പ്ലേസ് ചെയ്തു. എന്നിട്ട് അതിനെ പിയിലെത്തിക്കാൻ ചെയ്യുന്ന വർക്ക് കണ്ടാൽ ഏതിന് ഈക്വൽ ആയിരിക്കും? പിയിലെ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കും എന്നാണ് ഡെഫിനേഷൻ പഠിച്ചത്. അപ്പൊ നമ്മൾ എന്ത് കാണുന്നു? ഇതിനെ ഇവിടെ എത്തിക്കാനുള്ള വർക്ക് കാണുന്നു. പ്രശ്നമുണ്ട്, ഇൻഫിനിറ്റിയിലായിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് വലിയ വർക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ? കുഞ്ഞു കുഞ്ഞു വർക്കാക്കും. അപ്പൊ അതിന്റെ ഒരു ഇതിനിടയ്ക്കുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് എടുക്കാം. അതായത് അൺനോൺ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇതിനിടയിൽ പിക്കും ഇൻഫിനിറ്റിക്കും ഇടയിൽ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് എടുക്കുന്നു. അപ്പൊ ഞാൻ ഒരു പോയിന്റ് എടുക്കുന്നു, എ എന്ന പോയിന്റ് എടുത്തു. എന്താ പ്രത്യേകത? എ എന്ന് പറഞ്ഞ ഓയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പൊ ഞാൻ ഇവയ്ക്കിടയിൽ നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് എടുത്ത് ഫസ്റ്റ് എയില് ക്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഇന്റൻസിറ്റി കാണണം. ഫസ്റ്റ് ആയിട്ട് പഠിച്ച എന്താ ഇന്റൻസിറ്റി കാണാൻ ഫോർമുല? എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് ആരാ? 1/4πε0. എന്നിട്ട് ഏത് ചാർജ് ആണോ ആ ചാർജിന്റെ വാല്യൂ മാത്രം എടുത്ത് എഴുതുക, മാഗ്നിറ്റ്യൂഡ് മാത്രം. ചാർജ് ചെയ്താ ക്യൂ ഡിവൈഡഡ് ബൈ ചാർജിനും പോയിന്റിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ചാർജ് ഓയിൽ ആയിരിക്കുന്നത് പോയിന്റ് എ ആണ്. ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ്. എക്സിന്റെ സ്ക്വയർ. അപ്പൊ നമ്മൾ എന്താ കണ്ടത്? ഇലക്ട്രിക് ഇന്റൻസിറ്റി അറ്റ് എ. ശരി, അത് കിട്ടി. ഈ ഡയറക്ഷൻ എങ്ങനെയാ? ഇത് പോസിറ്റീവ് ചാർജ് അല്ലെ? പോസിറ്റീവ് ചാർജ് ആണ്. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തോട്ടായിരിക്കും. അപ്പൊ ഡയറക്ഷൻ എങ്ങോട്ടാ? ഇലക്ട്രിക് ഡയറക്ഷൻ എങ്ങോട്ടാണ്? പുറത്തോട്ടാ. ഇലക്ട്രിക് ഡയറക്ഷൻ എങ്ങോട്ടാ? പുറത്തോട്ട്. ഇനി ഞാൻ എന്തായാലും നോൺ ഡിസ്റ്റൻസ് എടുത്തത് എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ എത്തിക്കണേ ഉള്ള വർക്കാണ് വേണ്ടത്. അപ്പൊ ഇത് അൺനോൺ ഡിസ്റ്റൻസ്. എനിക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ഞാൻ എടുത്തു, എ എന്ന പോയിന്റ് എടുത്തു. അപ്പൊ ഈ ചാർജ് എയിൽ നിന്ന് എയിലാണ് വിചാരിക്കുക, അസ്യൂം ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഒരു സ്മോൾ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നു. സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു dx ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അപ്പൊ ഇടയ്ക്ക് അറിയാവുന്ന ഒരു പോയിന്റ് എടുത്ത് അവിടെ നിന്ന് ഈ ചാർജ് അവിടെ പ്ലേസ് ചെയ്തിട്ട് ഒരു സ്മോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. dx ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള വർക്ക് കാണുന്നു. അടുത്ത് എന്താ വേണ്ടത്? വർക്ക് ഡൺ to move unit charge through a distance dx. but dx മൂവ് ചെയ്യാനുള്ള വർക്ക് ആണ്. വർക്ക് സ്മോൾ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് സ്മോൾ വർക്ക് dw is equal to ജനറൽ ഫോർമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എഫ് എന്ന് എടുക്കുന്നു, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്? dx. ഇനി നോക്കാം, നമ്മൾ പഠിച്ചത് F is equal to QE. കുറച്ച് നേരത്തെ എഴുതി F is equal to QE. ഇതാണ് ഫോഴ്സ്. ഒരു ചാർജ് ഇലക്ട്രിക്കൽ പ്ലേസിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്കറിയാം നമ്മൾ ഏത് ചാർജ് എടുത്തത്? ഇതല്ലേ ചാർജ്. ഈ ചാർജാണ് മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ചാർജിന്റെ വാല്യൂ എത്ര? Q ആണെന്ന് എഴുതാം. Qന്റെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ ചാർജ് എത്രയാണ്? 1 ആണ്. 1 ആണ്. F is equal എന്തായിരിക്കും? E ആയിരിക്കും. നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്ന ചാർജ് യൂണിറ്റ് ചാർജ് ആണ്. അതുകൊണ്ട് ക്യൂവിന്റെ വാല്യൂ 1. ക്യൂവിന്റെ വാല്യൂ എന്തായിട്ട് പോയി? ഇവിടെ ചാർജ് എന്തായിട്ട് പോയി? 1 ആയിട്ട് പോകും. അപ്പൊ F is equal to E. അതിന്റെ മീനിങ് എന്താ? എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? E കൊടുക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പ് dw is equal to ഇവിടെ എന്തായി? E ആയി, dx ആയി. അപ്പൊ ഇയും dx പ്രശ്നമുണ്ട്. നോക്കി, ഈ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? അങ്ങോട്ടല്ല ആക്ട് ചെയ്യുന്നത്. dx ഇങ്ങോട്ടല്ലേ? അതായത് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പൊ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് അങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ്, നെഗറ്റീവ് വർക്ക്. ഉടനെ മൈനസ് സൈൻ കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് dw is equal to മൈനസ് ഇയുടെ സ്ഥാനത്ത് വാല്യൂ കൊടുത്തു. എന്താ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/4πε0 Q/x². ഇയുടെ സ്ഥാനത്ത് വാല്യൂ കൊടുത്ത് ഇൻറ്റു എന്താണ്? dx. ഇത്രയായി. ഇനി നമുക്കിത് സ്മോൾ വർക്കല്ലേ ആയുള്ളൂ. ഇതിൽ ഒരുപാട് സ്മോൾ വർക്ക് ഉണ്ട്. ഒരുപാട് സ്മോൾ വർക്ക് ഉണ്ട്. എന്ത് ചെയ്യണം? എല്ലാ വർക്ക് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വർക്ക് കിട്ടും. നമ്മൾ ഫിസിക്സിൽ എങ്ങനെ ആഡ് ചെയ്യുന്നത്? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ അടുത്തെന്താണ്? ടോട്ടൽ വർക്ക് കാണും. ടോട്ടൽ വർക്ക് ഡൺ. വർക്ക് ഡൺ ടു മൂവ് യൂണിറ്റ് ചാർജ് ഫ്രം എവിടെ നിന്ന് എവിടേക്ക്? ഇൻഫിനിറ്റി ടു പി. ഫ്രം ഇൻഫിനിറ്റി ടു എന്താണ്? പി ഈസ്
എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും. ആരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു? നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എന്താ വാല്യൂ എന്ന് പറഞ്ഞാൽ -1/4πε0 q/x² dx. ഇത്രയും പോരാ, ലിമിറ്റ് കൊടുക്കണം. ഏത് മുതൽ ഏത് വരെ? അപ്പൊ ഇപ്പം ചാർജ് ഡിസ്റ്റൻസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പം ചാർജ് ഇരിക്കുന്നത് എവിടെയാണ്? ഓയിൽ നിന്ന് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് അകലെയാണ് ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ പോയിന്റ് എന്താണ്? ഇൻഫിനിറ്റി. എനിക്ക് എവിടെ എത്തിക്കേണ്ടത്? പിയിലാണ് എത്തിക്കേണ്ടത്. പി എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? ഓയിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെയാണ്. അവൾ ഇവിടെ 6 എന്ന് കൊടുത്തു. പി എന്ന് കൊടുക്കാറില്ല, കാരണം ഡിസ്റ്റൻസ് ആണ് കൊടുക്കേണ്ടത്. പി എത്ര ഡിസ്റ്റൻസ് അകലെയാ? ഓയിൽ നിന്ന് 6 ഡിസ്റ്റൻസ്. അപ്പൊ ഇൻഫിനിറ്റി ഇരിക്കുന്ന ചാർജിനെ എവിടെ എത്തിക്കണം? 6 ഡിസ്റ്റൻസ് അകലെയുള്ള പി എന്ന പോയിന്റിൽ എത്തിക്കണം. ഇതാണ് മീനിങ് എന്ന് പറഞ്ഞത്. ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആദ്യം കോൺസ്റ്റന്റ് എല്ലാം പുറത്തെടുത്തു. എക്സിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് കിട്ടും? മൈനസ് പുറത്തു വന്നു. എന്തായി? ഈ q/1 എന്തായി? q/4πε0. ബാക്കി എന്താ ഉള്ളത്? ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r. ഈ മൈനസ് പോയി, ഈ 1/ε0 പുറത്തു വന്നു, q പുറത്തു വന്നു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 1/x² dx. ഓർത്തിരിക്കുക, നമ്മൾ പ്ലസ് ടു പഠിക്കുന്നതാണ്. ഇന്റഗ്രൽ 1/x² dx ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ w is equal to -q/4πε0. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1/x ആണ്. പ്ലസ് ടു മാത്സ് നമ്മൾ പഠിക്കും. ഇതിന്റെ വാല്യൂ ഇത്രയുടെ വാല്യൂ ഇന്റഗ്രൽ 1/x² dx എത്രയാണ്? -1/x. ഇനി എന്തുണ്ട്? ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി ടു എന്താണ്? r. ഈ മൈനസ് ഞാൻ പുറത്തെടുത്തേ. ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയി. ഇവിടെ എന്താ? w is equal to q/4πε0. ഈ മൈനസ് പുറത്തു നിന്നും പ്ലസ് ആയി. ബാക്കി എന്തായാലും ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്തത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അതായത് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് മൈനസ് എക്സിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഇവിടെ നോക്കാം. 1/x സ്ഥാനത്ത് എന്ത് കൊടുത്തു? അപ്പർ ലിമിറ്റ് ആയ 6 കൊടുത്തു. മൈനസ് 1/x സ്ഥാനത്ത് ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുന്നു. ഇൻഫിനിറ്റി 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. 1/∞ എത്രയാണ്? 1/∞ 0 ആണ്. അപ്പൊ ഇത് 0 ആയിട്ട് പോയി. ബാക്കി എന്താ ഉള്ളത്? w is equal to q/4πε0. ബാക്കി എത്ര? ഇവിടെ ഇത് 0 ആയിട്ട് പോയി. ബാക്കി എന്താണത്? 1/r. നമ്മൾ പഠിച്ചു. ഈ വർക്കാണ് ഏത് എന്ന് പറഞ്ഞു? വർക്കാണ് അവിടെ എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ. വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എന്നാ പറഞ്ഞത്. യൂണിറ്റ് ചാർജ് ആയിട്ട്. അപ്പൊ എന്ത് എഴുതി? പൊട്ടൻഷ്യൽ വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ v എന്ന് കൊടുത്തു. എന്നിട്ട് ഈ q എടുത്ത് അപ്പുറത്ത് എഴുതിയേ. ഇവിടെ എന്തുണ്ട്? 1/4πε. ഈ q ഇപ്പുറത്ത് എഴുതി. q/r. അപ്പൊ എന്താണ്? ഒരു ചാർജ് ഒരു പോയിന്റ് വരുന്ന പൊട്ടൻഷ്യൽ ഏറെ കാണാൻ പറ്റും. ഒരു കോൺസ്റ്റന്റ്, നമ്മളെല്ലാം പഠിക്കുന്ന കോൺസ്റ്റന്റ് 1/4πε0. ഏത് ചാർജ് ആണോ ആ ചാർജ് ഡിവൈഡ് ബൈ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഓർത്തിരിക്കുക, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഫസ്റ്റ് ആണ് നമ്മൾ ഇന്റൻസിറ്റി പഠിക്കും. അങ്ങനെയല്ല പഠിക്കുന്നത്. ഇന്റൻസിറ്റി ആണെങ്കിൽ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാം എന്താണ്? പ്ലസ് ക്യൂ വന്നാലും മൈനസ് ക്യൂ വന്നാലും അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കൂ കേട്ടോ. ഡയറക്ഷൻ വ്യത്യാസം അല്ല. നമ്മൾ എന്തെടുക്കില്ല? സൈൻ എടുക്കില്ല. ഇവിടെ എന്തെടുക്കണം? സൈൻ എടുക്കണം. പോസിറ്റീവ് ആണ് പ്ലസ്, നെഗറ്റീവ് ആണ് മൈനസ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അടുത്ത ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ, ഒരു കുഞ്ഞു ഡെറിവേഷൻ, അതായത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പൊ എന്താ അടുത്തെടുക്കാൻ പോകുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി നമ്മൾ ക്യാപിറ്റൽ ഇ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും, ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ക്യാപിറ്റൽ വി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇതിന്റെ റിലേഷൻ എന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ അതിനു വേണ്ടി ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുക്കുന്നു. ഇതൊരു ഇലക്ട്രിക് ഫീൽഡാണ്. ഇതൊരു ഇലക്ട്രിക് ഫീൽഡാണ് എടുക്കുന്നു. അതിന്റെ ഡയറക്ഷൻ ഞാൻ പറയുന്നു ടുവേർഡ്സ് റൈറ്റ് ആണെന്ന് പറഞ്ഞു. ഡയറക്ഷൻ അങ്ങോട്ട് പറഞ്ഞു ടുവേർഡ്സ് റൈറ്റ് ആണെന്ന് പറയുന്നു. ആ ഇലക്ട്രിക് ഫീൽഡിൽ 2 പോയിന്റ് എടുക്കുകയാണ്. 2 പോയിന്റ്സ് ഇതെവിടെ ആയിട്ട്
ഒരു പോയിന്റ് ഇവിടെ എടുത്തു, ഒരു പോയിന്റ് ഇവിടെ എടുത്തു. ഇതിന് എ എന്ന് പേര് കൊടുക്കാം, ഇതിന് ബി എന്ന് കൊടുക്കാം. വളരെ അടുത്തടുത്ത പോയിന്റ് ഇരിക്കുന്നത്, ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ അടുത്താണ്. ഡിസ്റ്റൻസ് dr ആണ്. ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് dr എന്ന് പറയും. ഇനി ബിയിലെ പൊട്ടൻഷ്യൽ എത്രയാണോ, എന്താ ബിയുടെ പൊട്ടൻഷ്യൽ എത്രയാണോ, അപ്പൊ ഞാൻ ബിയുടെ പൊട്ടൻഷ്യൽ വി എന്ന് പറയണേ, അതിനേക്കാൾ അല്പം കൂടുതലാണ് എയുടെ പൊട്ടൻഷ്യൽ. അപ്പൊ എയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വി പ്ലസ് ഡി വി. എത്ര കൂടുതലാ? ഡി വി കൂടുതലാ. ഇവിടെ വി ആണെങ്കിൽ ഇതിനേക്കാൾ എത്ര കൂടുതലാണ്? ഡി വി കൂടുതലാണ് എയുടെ പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടെ വി പ്ലസ് ഡി വി. അപ്പൊ എനിക്ക് ഞാൻ ഒരു ചാർജിനെ ബിയിൽ പ്ലേസ് ചെയ്തു. ഇവിടെ പ്ലേസ് ചെയ്തു ഒരു ചാർജ് ക്യൂ എന്ന ചാർജ് ആണ്. അതിന്റെ വാല്യൂ എന്ത് പറയുന്നു? 1 കൂളം. അപ്പൊ ഏത് ചാർജാ? ഒരു യൂണിറ്റ് ചാർജിനെ ബിയിൽ പ്ലേസ് ചെയ്തു. എനിക്ക് വേണ്ടത് ഈ ചാർജിനെ ബിയിൽ നിന്ന് എയിലെത്തിക്കണം. ബിയിൽ നിന്ന് എയിലെത്തിക്കണം. അപ്പൊ മൂവ് ചെയ്യണം. അപ്പൊ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം എന്താ? അവിടെ ഓൾറെഡി ഒരു ഫോഴ്സ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ ഏത് ഫോഴ്സാ? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന് എതിരായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ഫോഴ്സിന് എതിരായിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്ക് നെഗറ്റീവ് വർക്കാണ്. കാരണം ഫോഴ്സിന് എതിരായിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ്, അതുകൊണ്ട് നെഗറ്റീവ് വർക്കാണ്. അപ്പൊ വർക്ക് കാണണം. വർക്ക് എങ്ങനെ കാണുന്നത്? സ്മോൾ വർക്കാണ് dw എടുത്തു. വർക്കാണ് ജനറൽ ഫോർമുല ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എത്ര ഡിസ്പ്ലേസ്മെന്റാ? ബിയിൽ നിന്ന് എയിൽ എത്തിക്കണം. അപ്പൊ എത്ര ഡിസ്പ്ലേസ്മെന്റ്? dr. ഇത് മൈനസ് ഐ കൊടുത്തു. കാരണം എന്താണ്? ഫോഴ്സിന് എതിരായിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ടാണ് എന്ത് കൊടുത്ത? മൈനസ് ഐ കൊടുത്തു. ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ വീഡിയോ നോക്കി അറിയാം. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഇക്വേഷൻസ് ഒക്കെ. ഒന്ന്, ഇലക്ട്രിക് ഇന്റൻസിറ്റി കാണാനുള്ള ഫോർമുല, ജനറൽ ഫോർമുല ഫോഴ്സ് ബൈ ചാർജ്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ ചാർജ് എത്രയാണ്? 1 ആണ്. അപ്പൊ Q 1 ആയിട്ട് പോയേ, ഇത് 1 ആയിട്ട് പോയി. അപ്പൊ എന്ത് കിട്ടും? E is equal to F കിട്ടും. അപ്പൊ യൂണിറ്റ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഇന്റൻസിറ്റി is equal to ഫോഴ്സ്. ഫോഴ്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഇലക്ട്രിക് ഇന്റൻസിറ്റി E കൊടുക്കാം. അതുപോലെ എങ്ങനെയാ പൊട്ടൻഷ്യൽ കാണാൻ പഠിച്ചത്? ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വർക്ക് ബൈ ചാർജ്. അതിൽ വർക്ക് എത്രയാണ്? സോറി, ചാർജ് എത്രയാണ്? 1 ആണ്. അപ്പം Q 1 ആയിട്ട് പോയി. ബാക്കി എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക്. അതായത് വർക്കിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? പൊട്ടൻഷ്യൽ കൊടുക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ സ്മോൾ വർക്ക്. ഇവിടെ നോക്കാം, ഇവിടെ എഴുതാം dw, അതിന്റെ സ്ഥാനത്ത് കൊടുത്തു പൊട്ടൻഷ്യൽ. കാരണം എന്താ? യൂണിറ്റ് ചാർജ് ആണ്. ഈസ് ഈക്വൽ ടു മൈനസ് എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഇ കൊടുക്കാം ഇൻറ്റു dr. എന്തുകൊണ്ടൊക്കെ ഈ കൊടുത്തത്? യൂണിറ്റ് ചാർജ് ആയതുകൊണ്ടാണ് എഫിന്റെ സ്ഥാനത്ത് ഇയും ഡബ്ല്യുവിന്റെ സ്ഥാനത്ത് വിയും കൊടുത്തത്. അപ്പൊ ഓക്കെ, ഇവിടെ നിന്ന് എനിക്ക് ഇ ആണ് കാണേണ്ടത്. അപ്പൊ ഞാൻ dr ഡിവൈഡ് ചെയ്തു, മൈനസ് അപ്പുറത്തുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഓരോ സ്റ്റെപ്പ് ചെയ്ത്. ആദ്യം എന്താണ്? dv ബൈ dr ഈക്വൽ ടു മൈനസ് ഇ. ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ഈ മൈനസ് മാറ്റണേ. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു മൈനസ് കൊണ്ട് ഇൻഡ് ചെയ്തു, ഇവിടെ ഒരു മൈനസ് കൊണ്ട് ഇൻഡ് ചെയ്തു. ഇവിടെ മൈനസ് കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മൈനസിന് മൈനസ് എന്തായി? പ്ലസ് ആയി. അപ്പൊ അവിടെ എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് കൊണ്ട് ഇൻഡ് ചെയ്തില്ലേ, അപ്പൊ എന്ത് കിട്ടി? മൈനസ് dv ബൈ dr. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് വി. ഇത് ഇലക്ട്രിക് ഇന്റൻസിറ്റി, ഇത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. മൈനസ് dv ബൈ dr. ഇനി ഇതിനൊരു പേരുണ്ട്, പണ്ട് പഠിച്ചുള്ളതാണ്. അതായത് കഴിഞ്ഞ വർഷം പഠിച്ചതാ. ഗ്രേഡിയന്റ്, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. ഈ dv ബൈ dr എന്ന് പറയും പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്, ഈ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയെ ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്താൽ, ഒരു ക്വാണ്ടിറ്റിയുടെ ചേഞ്ചിനെ ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുന്നു, ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് കൊടുക്കുന്നു. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് പറയും? ഗ്രേഡിയന്റ് എന്ന് പറയും. ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഉണ്ട്. ഏത് ക്വാണ്ടിറ്റിയുടെ ചേഞ്ചാ? പൊട്ടൻഷ്യലിന്റെ ചേഞ്ച്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇതിലൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? dv കിട്ടും. ചേഞ്ച് കാണിക്കുന്നത്, ചേഞ്ച്. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യലിന്റെ ചേഞ്ച് ഡിവൈഡ് ബൈ എന്താണ്? ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് എന്ത് പേര് കിട്ടിയ? പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അപ്പം ഇലക്ട്രിക് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, ഈ ഇക്വേഷനിൽ മറ്റൊരു മീനിങ് കൂടെ ഉണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ നോക്കാം, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തേ? ഇവിടെ നാം സ്റ്റാർട്ട് വിചാരിക്കുക. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ നോക്ക്, ഇവിടെ പൊട്ടൻഷ്യൽ എ എന്ന പോയിന്റ് എടുത്തു, ഇവിടെ ബി എന്ന പോയിന്റ് എടുത്തു. എന്താ അർത്ഥം ചെയ്താ? എക്കാൾ പൊട്ടൻഷ്യൽ കുറവാണ് ബിയിൽ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ. ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു,
അവിടെ വീണ്ടും എന്തായി പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ എന്ത് കുറഞ്ഞു വരും, പൊട്ടൻഷ്യൽ കുറയും. ഇവിടെ ഒരു പോയിന്റ് എടുത്തേ, ആ പൊട്ടൻഷ്യൽ വീണ്ടും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ, ഇലക്ട്രിക് ഫീൽഡ് പോകുന്ന ഡയറക്ഷനിൽ മുന്നോട്ട് പോകും തോറും പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നത്, കുറഞ്ഞാണ് വരുന്നത്. മറന്നുപോലെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിച്ചുള്ളത് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇങ്ങനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, ഇത് ഇലക്ട്രിക് ഫീൽഡാണ്. ഇതല്ല യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്ന എന്ത് കാണിക്കുന്നത്, പാരലായിട്ട് കാണിക്കുന്നത്. ഒരു 4 പോയിന്റ്, ഒരു പോയിന്റ് ഇവിടെ പറയുന്നു, പേര് എ എന്ന് കൊടുത്തു, ഒരു പോയിന്റ് ഇവിടെ ആയിട്ട് പറഞ്ഞു ബി, ഒരു പോയിന്റ് ഇവിടെ ആയിട്ട് പറഞ്ഞു, ഒരു പോയിന്റ് ഇവിടെ ആയിട്ട് പറഞ്ഞു, 4 പോയിന്റ്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഏത് പോയിന്റിലാണ് പൊട്ടൻഷ്യൽ കൂടുതൽ, ഏത് പോയിന്റിലാണ് പൊട്ടൻഷ്യൽ കൂടുതൽ. ഇതാണ് ഇ എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ഇവിടെ പറഞ്ഞ അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറയുന്നു. ഇവിടെ തൊട്ടടുത്ത പോയിന്റ് ഏതാ, എ. കഴിഞ്ഞാൽ തൊട്ടടുത്തേക്ക് ആരാണ്, സി. അതിനാലാണ് ബി, അതിനാലാണ് ബി. അപ്പൊ അങ്ങോട്ട് പോകുന്ന ഒരു പൊട്ടൻഷ്യൽ കുറയല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആർക്കാ, വി എ. പൊട്ടൻഷ്യൽ ടി എ ഗ്രേറ്റർ ദാൻ, അത് കഴിഞ്ഞ ആർക്കാ വരുന്നത്, വി സി. അത് കഴിഞ്ഞ ആർക്കാ, വി ഡി. അത് കഴിഞ്ഞ് വി ബി. ഇത്രേ ഉള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഇന്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ.